CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. അതേസമയം CS സുജാത നയിക്കുന്ന കൊടിമര ജാഥ കൊല്ലം ശൂരനാട്ട് നിന്ന് പുറപ്പെട്ടു. CPIM PB അംഗം MA ബേബി കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു. കയ്യൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സമ്മേളന നഗരിയിൽ നിന്നും ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷമി, വൈകിട്ടത്തോടുകൂടി ആവേശോജ്വലമായ കൊടിയുയറ്റം. കൊല്ലം ജില്ല ഒന്നാകെ തീർച്ചയായും ബിനീഷ, കൊല്ലം ജില്ല ഒന്നാകെ ഈ സമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നമുക്കറിയാം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പതാക ജാഥ, ഒപ്പം കൊടിമര ജാഥ, ദീപശിഖ, ഈ മൂന്ന് ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കരുനാഗപ്പള്ളി വഴിയാണ് ദീപശിഖ ജാഥ വരുന്നത്. സ്വരാജ് നയിക്കുന്ന പതാക ജാഥ കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞു. അത് അല്പസമയത്തിനകം തന്നെ കൊല്ലത്തേക്ക് നീങ്ങിത്തുടങ്ങും. ഒപ്പം തന്നെ CS സുജാത നയിക്കുന്ന കൊടിമര ജാഥ രാവിലെയാണ് ശൂരനാട്ടിൽ നിന്ന് ആരംഭിച്ചത്. MA ബേബി ഈ ശൂരനാട്ടി ജാഥ ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങളാണ് ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നത്. അങ്ങനെ മൂന്ന് ജാഥകളും വൈകിട്ട് 5 മണിയോടുകൂടി പൊതുയോഗം നടക്കുന്ന ആശ്രാമത്തേക്ക് എത്തിച്ചേരും. 5 മണിക്ക് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ പതാക ഉയർത്തും. അതോടുകൂടി സമ്മേളനത്തിൻ്റെ നടപടികൾക്ക് തുടക്കമാകും. നമുക്കറിയാം ഏതാണ്ട് 2 മാസക്കാലത്തിലധികമായി കൊല്ലം ജില്ലയിലെ ഓരോ പാർട്ടി പ്രവർത്തകനും അതുപോലെ തന്നെ വളരെ സാധാരണപ്പെട്ട മനുഷ്യരും ഈ സമ്മേളനത്തിനായി അത്യന്തം ആവേശത്തോടുകൂടി പണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ തൊട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ മറ്റ് വിദേശങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ ഈ സമ്മേളനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സാംസ്കാരികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും CPIMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് 1 മാസക്കാലത്തിലധികമായി നടക്കുകയാണ്. ഏതാണ്ട് 100ഓളം സെമിനാറുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അങ്ങ് തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവ് തൊട്ട് ഓച്ചിറ വരെ അല്ലെങ്കിൽ കടമ്പാട്ടുകോണം വരെ നീണ്ടുകിടക്കുന്ന ഈ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സമ്മേളനത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ സ്വാഗത സംഘത്തിനും ജില്ലാ കമ്മിറ്റിക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഘടകം. സമ്മേളനത്തിന് വേണ്ടുന്ന നെല്ല് നേരത്തെ തന്നെ കൃഷി ചെയ്ത് അത് വിളവെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ പച്ചക്കറിയും തേങ്ങയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ മുതൽ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ പരമ്പരാഗത തൊഴിൽ മേഖല, മറ്റ് മേഖലകൾ, സർവീസ് സംഘടനകൾ അടക്കം ഓരോരോ തലങ്ങളിൽ ഈ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതിനുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ശൂരനാടിൻ്റെ വിപ്ലവകരമായ മണ്ണിൽ നിന്നാണ് നമ്മളുടെ കൊടിമര ജാഥ ആരംഭിച്ചിരിക്കുന്നത്. ജന്മി നാടുവാഴിത്ത പോരാട്ടങ്ങൾ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ണാണ് അത്. തണ്ടാശ്ശേരി രാഘവനടക്കം 5 പേരെ പോലീസ് ഇടിച്ച് കൊന്ന ഒരു മണ്ണാണത്. അതുപോലെ തന്നെ ചെറുത്തു നിന്ന മണ്ണുമാണത്. നിങ്ങൾക്ക് ഞങ്ങളെ മർദ്ദിക്കാം, പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ഉശിരന്മാരായ പോരാളികളുടെ മണ്ണിൽ നിന്നാണ് ഈ ജാഥ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഈ ജാഥകളെല്ലാം തന്നെ വൈകിട്ട് എത്തിക്കഴിയുമ്പോൾ ആയിരങ്ങൾ ഈ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ന് കൊടിമരത്തിൽ നമ്മളുടെ പതാക ഉയർത്തും. അതുപോലെ തന്നെ നാളെ രാവിലെ 9 മണിയോടുകൂടി തന്നെ സമ്മേളന നഗരിയിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. കൊടിമരം അവിടെ ഉയർത്തി പതാക ഉയർത്തും. ഒപ്പം തന്നെ പ്രതിനിധി സമ്മേളനം CPIMന്റെ കേന്ദ്ര കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ അടക്കം CPIMന്റെ സമുന്നതരായ നേതാക്കളുടെ വലിയ നിര തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. വിനീഷ. ശരി, ഷമി പ്രഭാകറാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.